അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സൂറത്തുൽ ഫാത്തിഹ മക്കയിൽ അവതീർണമായ സൂറത്താണ്. ഈ സൂറത്തിൽ 7 വചനങ്ങളാണുള്ളത്. വിശുദ്ധ ഖുർആനിൽ ആദ്യം വായിക്കപ്പെടുന്നതും മുസഹഫുകളിൽ ഒന്നാമതായി എഴുതപ്പെടുന്നതുമായ സൂറത്ത് എന്ന നിലക്ക് ഈ സൂറത്തിന് സൂറത്തുൽ ഫാത്തിഹ അഥവാ പ്രാരംഭ അധ്യായം എന്നും സൂറത്തുൽ കിതാബ് അല്ലെങ്കിൽ ഫാത്തിഹത്തുൽ കിതാബ് അഥവാ വേദഗ്രന്ഥത്തിൻ്റെ പ്രാരംഭം എന്നും പേര് പറയപ്പെടുന്നു. ഖുർആനിൻ്റെ മൂലം അഥവാ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്നും പേരുണ്ട്. അള്ളാഹുവിൻ്റെ അത്യുത്കൃഷ്ടങ്ങളായ നാമവിശേഷണ നാമങ്ങൾ, ഏകദൈവ സിദ്ധാന്തം അഥവാ തൗഹീദ്, മരണാനന്തര ജീവിതം, പ്രതിഫല നടപടി തുടങ്ങിയ മൗലിക സിദ്ധാന്തങ്ങൾ, അതുപോലെ തന്നെ കർമ്മപരവും സാൻമാർഗികവുമായ നിയമനിർദ്ദേശങ്ങൾ, ചരിത്ര സംഭവങ്ങൾ ആദിയായ വിഷയങ്ങളാണ് ഖുർആനിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. ഇവയുടെ എല്ലാം ഒരു സംഗ്രഹം ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതത്രേ ഈ സൂറത്ത് ഈ 2 പേരുകളും സൂചിപ്പിക്കുന്നു. അതായത് ഉമ്മുൽ ഖുർആൻ അല്ലെങ്കിൽ ഉമ്മുൽ കിതാബ് എന്ന 2 പേരുകളും സൂചിപ്പിക്കുന്നത്. ഉമ്മ് എന്ന പദത്തിന് ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രം, പ്രധാന ഭാഗം, സങ്കേതം, മാതാവ്, മർമ്മം എന്നൊക്കെ സന്ദർഭം പോലെ അർത്ഥങ്ങൾ വരുന്നതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ പേരുകൾക്ക് പുറമെ ഹദീസുകളിലും സ്വഹാബികളും താബികളുമായ മഹാന്മാരുടെ മൊഴികളിലും മറ്റു വേറെ പേരുകളും കാണാൻ സാധിക്കും. ഈ എല്ലാ പേരുകളും തന്നെ ഈ സൂറത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന പേരുകളാണ്. ഉദാഹരണത്തിന് ഖുർആനിക വിജ്ഞാനങ്ങളുടെ മൗലിക വശങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന നിലക്ക് അസാസുൽ ഖുർആൻ, അതായത് ഖുർആനിൻ്റെ അസ്ഥിവാരം എന്നും, മനസ്സിരുത്തി പഠിക്കുകയും വിശദ വിവരങ്ങൾ തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്യുന്നവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഈ സൂറത്ത് തന്നെ മതിയാകും എന്ന അർത്ഥത്തിൽ അൽ കാഫിയ, അതായത് മതിയായത് എന്ന പേരും, അതുപോലെ തന്നെ വിജ്ഞാന മൂല്യങ്ങളുടെ നിക്ഷേപം എന്ന ഉദ്ദേശത്തിൽ അൽ കെൻസ്, കെൻസ് എന്ന് പറഞ്ഞാൽ നിക്ഷേപം എന്ന പേരും ഈ സൂറത്തിനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തുടക്കം അള്ളാഹുവിൻ്റെ മഹൽ ഗുണങ്ങളെ എടുത്തു കാട്ടിക്കൊണ്ടുള്ള സ്തുതി കീർത്തനമായതുകൊണ്ട്, അതായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണല്ലോ ഈ സൂറത്ത് ആരംഭിക്കുന്ന ഒന്നാമത്തെ ആയത്ത്. അതുകൊണ്ട് സൂറത്തുൽ ഹംദ് എന്നും ഈ സൂറത്തിന് പേരുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്തിന് അവസാന ഭാഗം ദുആയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മുതൽ. ആ കാരണം കൊണ്ട് ഇതിന് സൂറത്തു ദുആ എന്ന് പേരുണ്ട്. പിന്നെ നമസ്കാരത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് തന്നെ സൂറത്തു സ്വലാത്ത് എന്നും ഈ സൂറത്തിന് പേരുണ്ട്. നബിയുടെ മക്ക ജീവിതകാലത്തിൻ്റെ ആദ്യ ഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതീർണമായത്. അതായത് മക്കിയായ സൂറത്താണ് എന്നർത്ഥം. ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിലെ 87-ാമത്തെ ആയത്തിൽ കാണാം, വലഖദ് ആതൈനാ സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അളീം. തീർച്ചയായും ആവർത്തിത വചനങ്ങളിൽപ്പെട്ട 7 മഹത്തായ ഖുർആനും നാം നിനക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ 7 ആവർത്തിത വചനങ്ങൾ അസ്സബുൽ മസാനി എന്ന് പറഞ്ഞിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് മഹാന്മാരായ ഇമാം അഹ്മദ്, ബുഖാരി റഹിമഹുമുള്ള, അതുപോലെ തന്നെ തുടങ്ങിയവർ ഉദ്ധരിച്ച ഹദീസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബു സഈദുൽ മുഅല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തിയ ഒരു നബി വചനത്തിൽ സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണുള്ളത് എന്ന് അഭിപ്രായമില്ല. അതായത്
അബൂ സഈദ് ബിൻ മുഅല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തിയ ഒരു നബി വചനത്തിൽ വ്യക്തമാക്കുന്നു എന്ത്, ഈ സബ്ഉൽ മസാനി എന്നത് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചാണെന്ന്. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണെന്നതിൽ അഭിപ്രായ വ്യത്യാസമല്ല, 7 ആയത്താണെന്നത്. എന്നാൽ 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളിലായി ഓരോ മുസ്ലിമും 17 പ്രാവശ്യം അത് ദിനം പ്രതി പാരായണം ചെയ്യേണ്ടതുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങളിൽ മറ്റുമായി ദശക്കണക്കിലും ശതക്കണക്കിലും വേറെയും ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ നിർബന്ധ നമസ്കാരത്തിൽ 17 പ്രാവശ്യം, അതിനു പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ അനേകം പ്രാവശ്യം ഈ സൂറത്ത് ഓതുന്നുണ്ട്. 7 ആവർത്തിത വചനങ്ങൾ എന്ന് ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞതിൻ്റെയും ഈ വചനത്തിൽ ഈ ഒരു സൂറത്തിനെ പ്രത്യേകം എടുത്തു പറഞ്ഞതിൻ്റെയും രഹസ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സൂറത്തുൽ ഹിജ്ർ മക്കി സൂറത്തിൽപ്പെട്ടതാണെന്ന് സംശയമല്ല. നേരത്തെ പറഞ്ഞ വലഖദ് ആതൈനാ സുബ്അ മിനൽ മസായി എന്ന് പറയുന്ന ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ഹിജ്ർ മക്കി ആയ സൂറത്താണ്. അപ്പോൾ ഈ സൂറത്ത് അതിനു മുമ്പ് തന്നെ അവതരിച്ച സൂറത്തായിരിക്കും. മസാനി അതായത് ആവർത്തിതങ്ങൾ എന്ന വാക്കിന് വേറെയും വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. അത് മറ്റു സ്ഥലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, വിശദീകരിക്കപ്പെടുന്നുണ്ട് എന്നാണ് മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതുപോലെ തന്നെ അബൂ സഈദ് ബിൻ മുഅല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മേൽ സൂചിപ്പിച്ച ഹദീസിൽ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് ഞാൻ തനിക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടത്രേ സൂറത്തുൽ ഫാത്തിഹയാണ് അത് എന്നും അതാണ് 7 ആവർത്തിത വചനങ്ങൾ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അഹ്മദ് തുർമുദി റഹ്മഹുല്ല മുതലായവർ ഉബയ്യ് ഇബ്നു കഅബ് വഴി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ തൗറാത്തിലാകട്ടെ, ഇഞ്ചീലിലാകട്ടെ, സബൂറിലാകട്ടെ, ഫുർഖാനിലാകട്ടെ ഇതുപോലൊരു സൂറത്ത് അവതരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായും വന്നിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു നബി വചനം പ്രകാരം ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ഉമ്മുൽ ഖുർആൻ ഓതിയിട്ടില്ലാത്ത വല്ല നമസ്കാരവും ആരെങ്കിലും നമസ്കരിച്ചാൽ അത് അപൂർണമാണ്. ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയെ. അത് അപൂർണമാണ്, അത് അപൂർണമാണ്. 3 പ്രാവശ്യം പ്രവാചകൻ അത് ആവർത്തിച്ചു. ഫാത്തിഹത്തുൽ കിതാബ് ഓതാത്തവന് നമസ്കാരമില്ല എന്ന് മറ്റൊരു ഹദീസിലും ഉബാദത്ത് ബിൻ സ്വാമിത്ത് വഴി ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി മുസ്ലിം അത് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഹദീസുകളുടെ അടിസ്ഥാനമാക്കിയാണ് നമസ്കാരത്തിൻ്റെ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണെന്ന് മാലിക്, ഷാഫിഈ, അഹ്മദ് റഹിമഹുമുള്ള മുതലായവരടക്കം ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ വേറെയും മനസ്സിലാക്കാനുണ്ട്. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല വളരെ സംക്ഷിപ്തമായാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഇനി ഇതിലടുത്ത ഭാഗം അഊദു ചൊല്ലൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയൽ, അഥവാ ശരണം തേടൽ. അതിൻ്റെ അർത്ഥം എന്താണ്? അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ അഭയം തേടുന്നു, ശരണം തേടുന്നു എന്നാണ്. അതിന് അറബിയിൽ പറയുന്ന വാക്കാണ് അൽ ഇസ്തിആദ, അഭയം തേടൽ, ശരണം തേടൽ, അൽ ഇസ്തിആദ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള പ്രാർത്ഥനക്കാണ് സാധാരണ അഊദു ചൊല്ലൽ എന്ന് പറഞ്ഞു വരുന്നത്. ആട്ടപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയുന്നതാണല്ലോ. മനുഷ്യന്റെ ആജീവനാന്ത ശത്രുവും അവന്റെ നന്മയിൽ ഏറ്റവും കടുത്ത അസൂയാലുവുമത്രേ പിശാച്. പിശാചിൽ നിന്നുണ്ടാകുന്ന എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടലാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശ്യം. മനുഷ്യവർഗത്തിൽ തന്നെ പലതരം ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയും നാം അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മനുഷ്യ ശത്രുക്കളിൽ നിന്ന് നേരിടുന്ന ഉപദ്രവങ്ങളും അതിനുള്ള നിവാരണങ്ങളും കുറേയെല്ലാം നമുക്ക് ഊഹിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമാകുന്നു. മനുഷ്യന്മാരുടെ ശത്രുതയും അതെങ്ങനെ പ്രതിരോധിക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിശാച് ആണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയാത്ത ഒരു അദൃശ്യ ജീവി ആണത്രേ. നമുക്കറിയാലോ, പിശാച് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ജീവിയാണ്. അതിൻ്റെ അടിക്കുറിപ്പ് കൊടുത്താണ് സാധിക്കും. പിശാച് വർഗത്തെയും ആ വർഗത്തെ നിഷേധിക്കുന്നവരുടെയും വാദത്തെ സംബന്ധിച്ച് സൂറത്തുൽ ഹിജ്റിന് ശേഷം കൊടുത്തിട്ടുള്ള വ്യാഖ്യാനക്കുറിപ്പ് വിവരിച്ചിട്ടുണ്ട്. മുഹമ്മദ് അമാനി റഹ്മത്തുള്ള അത് അടിക്കുറിപ്പൊക്കെ കൊടുത്തിരിക്കുകയാണ്. സൂറത്തുൽ ഹിജ്റിലെ ആ ഭാഗം നമ്മൾ വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അവൻ്റെ ചെയ്തികളും ഉപദ്രവങ്ങളും നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്തുവാനും ബുദ്ധി കൊണ്ട് തിട്ടപ്പെടുത്തുവാനും സാധ്യമല്ലാത്ത വിധം ഗോപ്യമായിരിക്കും. പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല എന്നർത്ഥം. തന്നാൽ കഴിയുന്ന എല്ലാ അടവുകളും മനുഷ്യരെ
വഴി പഴപ്പിക്കുവാൻ താൻ ഉപയോഗപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ മുമ്പാകെ പ്രതിജ്ഞ എടുത്തവനത്രേ പിശാജ്. ഈ വസ്തുത അള്ളാഹു ഖുർആൻ മുഖേന നമ്മെ ആവർത്തിച്ചറിയിച്ചിട്ടുള്ളതാകുന്നു. ഖുർആനെ ചില സൂറത്തിൽ കാണാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് ചില സൂറത്തിൽ. എന്തൊക്കെയാണ്? സൂറത്തുൽ അഅറാഫ് 16-17 ആയത്തുകളിൽ, സൂറത്തുൽ ഹിജ്ർ 39 ആയത്തിൽ, സൂറത്തുൽ കഹ്ഫ് 50 ആയത്ത്, സൂറത്തുൽ ഫാത്തിർ 6, അതുപോലെ തന്നെ സൂറത്ത് സ്വാദ് 82. ഈ ആയത്തുകളൊക്കെ അത് വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ പിശാച് എന്നുള്ള രക്ഷ അള്ളാഹുവിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ശൈത്താൻ എന്നുള്ള രക്ഷ എവിടെ നിന്ന് കിട്ടണം? അള്ളാഹുവിൽ നിന്ന് ലഭിക്കണം. മനുഷ്യരും പിശാചുകളുമാകുന്ന 2 തരം ശത്രുക്കളുടെയും ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷാമാർഗങ്ങളെ സംബന്ധിച്ച് ഒന്നിച്ച് ഉപദേശം നൽകുന്ന ഖുർആൻ വചനങ്ങൾ പരിശോധിച്ചാൽ മേൽ പറഞ്ഞ പരമാർത്ഥം പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം അള്ളാഹുവിനോട് രക്ഷ തേടലാണെന്ന വസ്തുത മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ചില ആയത്തുകളിൽ ശൈത്താനിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ അള്ളാഹുവോട് ശരണം തേടണം. ഇനി മനുഷ്യനായ ശത്രുവാണെങ്കിൽ അത് അവനിൽ നിന്ന്, അല്ലെങ്കിൽ അവനെ പ്രീതിപ്പെടുത്തൽ, മനുഷ്യനെ പ്രീതിപ്പെടുത്തലാണ് ഇതിനുള്ള മാർഗം എന്ന് പറഞ്ഞു കാണാൻ സാധിക്കും. ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലായത്ത്, അതായത് 199, 200 ആയത്തുകൾ. ഖുദിൽ അഫ്വ വഉമുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഉൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം. എന്താണ് അർത്ഥം? നീ മാപ്പ് സ്വീകരിക്കുകയും സദാചാരം അഥവാ സൽക്കാര്യം കൊണ്ട് കൽപ്പിക്കുകയും വിവരമില്ലാത്ത മൂഢന്മാരിൽ തിരിഞ്ഞു കളയുകയും ചെയ്യുക. അതാണ് ആദ്യം പറഞ്ഞത്. ഇനി പിശാചിൽ നിന്ന് വല്ല ദുഷ്പ്രേരണയും വല്ലപ്പോഴും നിന്നെ ഇളക്കിവിടുന്ന പക്ഷം നീ അള്ളാഹുവിനോട് ശരണം തേടുക. നിശ്ചയമായും അവൻ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇതാണ് സൂറത്തുൽ അഅറാഫിൽ ആ ആയത്തിന്റെ അർത്ഥം. ഇനി മറ്റൊരായത്ത്, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു സയ്യിഅ നഹ്നു അഅലമു ബിമാ യസിഫൂൻ വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. എന്താ അർത്ഥം? കൂടുതൽ നന്നായുള്ളത് ഏതാണോ അതുവഴി നീ തിന്മയെ തടഞ്ഞുകൊള്ളുക. അവർ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി നാം ഏറ്റവും അറിയുന്നവനാകുന്നു. എൻ്റെ റബ്ബേ, പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളിൽ നിന്ന് ഞാൻ നിന്നിൽ ശരണം തേടുന്നുവെന്നും അവർ എൻ്റെ അടുക്കൽ സന്നിഹിതരാകുന്നതിനെ കുറിച്ചും ഞാൻ നിന്നിൽ ശരണം തേടുന്നുവെന്നും നീ പറയുക. അപ്പം അതിലും മനുഷ്യനാകുന്ന ശത്രുവെ കീഴ്പ്പെടുത്താനുള്ള മാർഗം തിന്മ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. എന്നാൽ പിശാചാകുന്ന ശത്രുവിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുകയാണ് മാർഗം. അതുപോലെ മറ്റൊരായത്ത്, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അളീം വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അല്ല, സൂറത്തു ഹാമീം സജദ അല്ലെങ്കിൽ ഫുസ്സിലത്ത്, അതിലെ 34-36 ആയത്തുകൾ, 34 മുതൽ 36 വരെയുള്ള ആയത്ത്. എന്താ അതിനർത്ഥം? കൂടുതൽ നന്നായുള്ളത് കൊണ്ട് നീ തിന്മയെ തടഞ്ഞുകൊള്ളുക. അപ്പോൾ ഇങ്ങോട്ട് തിന്മ ചെയ്യുമ്പോൾ പകരം തിന്മയല്ല ചെയ്യേണ്ടത്, നന്മ കൊണ്ട് പ്രതിരോധിക്കുക. അങ്ങനെ ചെയ്താൽ യാതൊരുവനും നിനക്കുമിടയിലുള്ള ഇടയിൽ ശത്രുതയുണ്ടോ അവൻ ഒരു ഉറ്റ ബന്ധുവിനെ എന്ന പോലെ ആയിത്തീരും. ക്ഷമിക്കുന്നവർക്കല്ലാതെ ഇക്കാര്യം എത്തപ്പെടുകയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാൻ ക്ഷമയുള്ള ആൾക്കാർക്ക് സാധിക്കുകയുള്ളൂ. വമ്പിച്ച ഭാഗ്യമുള്ളവർക്കുമല്ലാതെ ഇക്കാര്യം എത്തപ്പെടുകയില്ല. വല്ലപ്പോഴും പിശാചിൽ നിന്ന് വല്ല പ്രേരണയും നിന്നെ ഇടക്കി വിടുന്ന പക്ഷം നീ അള്ളാഹുവിൽ ശരണം തേടിക്കൊള്ളുക. നിശ്ചയമായും അവനത്രേ കേൾക്കുന്നവനും അറിയുന്നവനും. അപ്പൊ ഈ ആയത്തുകളൊക്കെ അറിയിക്കുന്നത് മനുഷ്യനാകുന്ന പിശാച് അല്ലെങ്കിൽ മനുഷ്യരാകുന്ന ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ മനുഷ്യനോട് നല്ല സമീപനം സ്വീകരിക്കുക, നന്മയിൽ വർത്തിക്കുക. തിന്മ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ പകരം നന്മ ചെയ്യുക, അത് അതിനുള്ള മാർഗം. എന്നാൽ പിശാചാവുന്ന ശത്രുവാണെങ്കിലോ അള്ളാഹുവോട് അഭയം തേടണം. മനുഷ്യവർഗത്തിൽപ്പെട്ടവനാണെങ്കിൽ മയം, നയം, വിട്ടുവീഴ്ച, ഉപകാരം മുതലായവ വഴി അവനെ സൗമ്യപ്പെടുത്തുകയും അവനുമായിട്ടുള്ള ബന്ധം നന്നാക്കി തീർക്കുകയും ചെയ്യാം. ശത്രു പിശാചായിരിക്കുമ്പോൾ അവൻ അദൃശ്യ ജീവി ആയതുകൊണ്ട് അവനോട് നയത്തിനോ മയത്തിനോ മറ്റോ മാർഗമില്ല. അവനിൽ നിന്ന് രക്ഷപ്പെടുവാൻ അള്ളാഹുവിൽ ശരണം തേടുകയെ നിവൃത്തിയുള്ളൂ എന്ന വസ്തുത ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പിശാചിനെ കുറിച്ച് നാം സദാ ബോധവാന്മാരായി ഇരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിൽ പറയുന്നു, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. എന്താ അർത്ഥം? നിശ്ചയമായും പിശാച് നിങ്ങൾക്ക് ശത്രുവാകുന്നു, അതിനാൽ നിങ്ങൾ അവനെ ശത്രുവാക്കി വെക്കുവീൻ. അവൻ
തൻ്റെ കക്ഷിയെ ക്ഷണിക്കുന്നത് ജ്വലിക്കുന്ന നരകത്തിൻ്റെ ആൾക്കാരിൽപ്പെട്ടവരാകുവാൻ വേണ്ടിയാകുന്നു. അപ്പോൾ ശൈത്താൻ്റെ നേരെ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം? ഒരിക്കലും അവൻ നമ്മുടെ മിത്രമല്ല, മറിച്ച് നമ്മുടെ ശത്രുവാണ്. അതുകൊണ്ട് ശത്രുവായി തന്നെ കാണണം. അവൻ്റെ ദുഷ്പ്രേരണകൾക്ക് നമ്മൾ വശംവദരായിക്കൂടാ എന്നർത്ഥം. അപ്പോൾ പൊതുവിൽ എല്ലാ സന്ദർഭങ്ങളിലും വിശേഷിച്ച് പിശാചിൻ്റെ ദുഷ്പ്രേരണകൾക്ക് വശംവദരാകാതിരിക്കുവാനുള്ള സന്ദർഭങ്ങളിലും നാം പിശാചിനെ പറ്റി അള്ളാഹുവോട് രക്ഷ തേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൻ നഹ്ലിൽ കാണാം, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ ഓതുന്നതായാൽ ആട്ടപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് ശരണം തേടിക്കൊള്ളുക. നഹ്ൽ, ഖുർആനിലെ 16-ാമത്തെ സൂറത്തായ സൂറത്ത് നഹ്ലിലെ 98-ാമത്തെ ആയത്ത്. ഈ വചനത്തെ അടിസ്ഥാനമാക്കി ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളതും പൊതുവെ അംഗീകരിക്കപ്പെട്ടു വരുന്നതും ഖുർആൻ പാരായണം ആരംഭിക്കുമ്പോൾ അഊദ് ചൊല്ലേണ്ടതുണ്ട് എന്നാണ്. ഹദീസിന്റെ പിൻബലവും ഈ അഭിപ്രായത്തിലുണ്ട്. ഖുർആൻ പാരായണത്തിന്റെ ഉദ്ദേശം നിറവേറ്റുന്നതിന് ഭംഗം വരുമാറ് പിശാചിന്റെ ദുർമന്ത്രങ്ങൾ ഏൽക്കാതിരിക്കുവാൻ ഇത് ഉപകരിക്കുന്നു. അതുല്ലാഹി ശൈത്വാനിർ റജീം എന്ന് പറയണം. അവന്റെ ദുർമന്ത്രത്തിന് സന്ദർഭം കാണുന്നിടത്തൊക്കെ അഊദ് ചൊല്ലുന്നത് നന്നായിരിക്കും. ബുഖാരിയും മറ്റും ഉദ്ധരിച്ചൊരു ഹദീസ് എന്ന് മനസ്സിലാക്കാവുന്നതാകുന്നു. ഹദീസിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെ ഉദ്ധരിക്കാം: നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് രണ്ടുപേർ തമ്മിൽ ചീത്ത പറയുകയും കോപം നിമിത്തം ഒരാളുടെ മുഖം ചുവന്നു. അപ്പോൾ നബി പറഞ്ഞു, എനിക്കൊരു വാക്ക് അറിയാം, അതവൻ പറഞ്ഞിരുന്നെങ്കിൽ അവനിൽ കാണുന്ന കോപം അവനെ വിട്ടുപോകുമായിരുന്നു. അതെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമുക്കറിയുന്ന സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, പല സന്ദർഭത്തിലും നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നർത്ഥം. പ്രസ്തുത ഖുർആൻ വചനത്തിന്റെ ബാഹ്യ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദ് ചൊല്ലൽ നിർബന്ധമാണെന്ന് പോലും ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. നിർബന്ധമെന്ന് പറഞ്ഞുകൂടാ എങ്കിലും പ്രധാനപ്പെട്ട ഒരു ഐച്ഛിക കർമ്മമാണത് എന്നത്രേ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. പാരായണം നമസ്കാരത്തിൽ വെച്ചാകുമ്പോൾ അഊദ് പതുക്കെ ചൊല്ലുകയാണ് വേണ്ടത്. പിശാചിൽ നിന്ന് നേരിട്ടേക്കാവുന്ന ആപത്തുകളുടെ ആധിക്യവും നിഗൂഢതയും ഗൗരവവും ആലോചിക്കുകയും അവയിൽ നിന്നുള്ള രക്ഷാമാർഗം അള്ളാഹുവിൻ്റെ കാവൽ മാത്രമാണെന്ന് ഓർക്കുകയും ചെയ്യുമ്പോഴേ അഊദു എന്ന പ്രാർത്ഥനയുടെ ഗൗരവം വേണ്ടതുപോലെ വിലയിരുത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ആണ് ഇവിടെ പറഞ്ഞത്, അഊദു ചൊല്ലേണ്ടതിൻ്റെ പ്രാധാന്യം. ഇനി ബിസ്മി ചൊല്ലൽ അഥവാ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കൽ, അതിന് അറബിയിൽ പറയാം അൽ ബസ്മല എന്നാണ്. ബസ്മല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിച്ചു എഴുതപ്പെട്ട ഒന്നാമത്തെ മുസഹഫ് മുതൽക്കുള്ള എല്ലാ മുസഹഫുകളിലും സൂറത്ത് തൗബ ഒഴികെ മറ്റുള്ള 113 സൂറത്തുകളും ആരംഭിക്കുന്നത് ബിസ്മി കൊണ്ടാകുന്നു. തൗബ സൂറത്തിൽ ബിസ്മി ഇല്ലാതിരിക്കുവാനുള്ള കാരണം ഈ ഖുർആൻ പരിഭാഷയുടെ മുഖവുരയിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് അമാനി മുനീർ റഹ്മത്തുള്ളാഹി പറയുന്നത്. കൂടാതെ സൂറത്തുൻ നംൽ 30-ാം വചനത്തിലും ഒരു ബിസ്മി അടങ്ങിയിരിക്കുന്നു. ആ ബിസ്മി ആ വചനത്തിന്റെ ഒരു ഭാഗമാണെന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. സൂറത്തുകളുടെ ആരംഭത്തിലുള്ള ബിസ്മികൾ ഖുർആനിൽ പെട്ടതാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ആ സൂറത്ത് അല്ല ആ ആയത്ത് ഓരോ സൂറത്തിനെ ബിസ്മി ആ സൂറത്തിൽ പെട്ടതാണോ അല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് 4 അഭിപ്രായങ്ങൾ കാണാം. ഒന്ന്, ഓരോ നിലയും ബിസ്മി ആ സൂറത്തിലെ ഒന്നാമത്തെ ആയത്താകുന്നു, ഒരഭിപ്രായം അതാണ്. രണ്ടാമത്തെ അഭിപ്രായം, അതത് സൂറത്തുകളിലെ 1-ാം ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ബിസ്മി. അതായത് ഓരോ സൂറത്തിലെയും 1-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ബിസ്മി എന്ന അഭിപ്രായമുണ്ട്. മൂന്നാമത്തെ അഭിപ്രായം, സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രം 1-ാമത്തെ ആയത്താകുന്നു, മറ്റു സൂറത്തുകൾ തമ്മിൽ വേർതിരിച്ചറിയാനായി ആരംഭത്തിൽ കൊടുത്തിട്ടുള്ളതാകുന്നു. അതാണ് മൂന്നാമത്തെ അഭിപ്രായം. നാലാമത്തെ അഭിപ്രായം, ഫാത്തിഹ അടക്കം എല്ലാ സൂറത്തുകളുടെയും ആരംഭം കുറിക്കുന്നതാണവ. 4-ാമത്തെ അഭിപ്രായം ഇതാണ്, എല്ലാ സൂറത്തിൻ്റെയും ആരംഭം കുറിക്കുന്നതാണത്. അതായത് ഒന്നും തന്നെ അതത് സൂറത്തുകളുടെ ആയത്തുകളല്ല. ഓരോ അഭിപ്രായക്കാർക്കും, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഓരോ അഭിപ്രായക്കാർക്കും ഹദീസുകളിൽ നിന്നും മറ്റുമായി ഉദ്ധരിക്കാനുള്ള ന്യായങ്ങളും തെളിവുകളും ഒരുപാടുണ്ട്. അതിവിടെ വിശദീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇനി അദ്ദേഹം അത് എല്ലാം കൂടി സംക്ഷിപ്തമായിട്ട് പറയാണ്. ഖുർആൻ പാരായണം തുടങ്ങുമ്പോഴും സൂറത്തുകളുടെ ആരംഭത്തിലും ഫാത്തിഹയുടെ ആരംഭത്തിൽ വിശേഷിച്ചും ബിസ്മി ചൊല്ലൽ ആവശ്യമാകുന്നു. എന്താണ് ഖുർആൻ ഓതൽ തുടങ്ങുമ്പോഴും അതേപോലെ തന്നെ ഫാത്തിഹയുടെ ആരംഭത്തിൽ പ്രത്യേകിച്ചും ബിസ്മി ചൊല്ലൽ ആവശ്യമാകുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ഒന്നാമത്തെ ഖുർആൻ വചനം ഇഖ്റ ബിസ്മി റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക എന്നായിരുന്നു. ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്ത് അതാണല്ലോ. റബ്ബിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നതിന് പ്രാവർത്തിക രൂപം ബിസ്മി മുഖേന നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടി തന്നിട്ടുമുണ്ട്. എങ്ങനെ റബ്ബിൻ്റെ നാമത്തിൽ ആരംഭിക്കുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണത്തെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ തിരുമേനി പാരായണം ചെയ്തിരുന്നത് നീട്ടിക്കൊണ്ടായിരുന്നുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും അനന്തരം അദ്ദേഹം ബിസ്മില്ലാഹി എന്നും അർ റഹ്മാനി എന്നും അർ റഹീം എന്നും നീട്ടിക്കൊണ്ട് ചൊല്ലിക്കാട്ടിയതായും ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നീട്ടി അദ്ദേഹം ഓതുകണ്ടായി. തിരുമേനി ബിസ്മിയോട് കൂടിയാണ് ഖുർആൻ പാരായണം ചെയ്തിരുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. കൂടാതെ ഉമ്മു സലമയിൽ നിന്ന് അഹ്മദ്, അബൂദാവൂദ്, ഹാക്കിം മുതലായവർ ഉദ്ധരിച്ച ഒരു ഹദീസിൽ, അതൊക്കെയാണ് അഹ്മദ്, അബൂദാവൂദ്, ഹാക്കിം, തിരുമേനിയുടെ ഓത്ത് മുറിച്ചുകൊണ്ട്, അതായത് ആയത്തുകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് ഓതാതെ ആയിരുന്നുവെന്ന് അവർ പറഞ്ഞതായും ബിസ്മി ഫാത്തിഹയിലെ 2 ആയത്തുകളും ഓതിക്കൊണ്ട് അതിനവർ ബിസ്മിയും ഫാത്തിഹയിലെ 2 ആയത്തുകളും ഓതിക്കൊണ്ട് അതിനവർ ഉദാഹരണം കാട്ടിക്കൊടുത്തതായും വന്നിരിക്കുന്നു. ഖുർആൻ പാരായണ വേളയിൽ മാത്രമല്ല, നല്ലതും വേണ്ടപ്പെട്ടതുമായ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അത് അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കേണ്ടതാണെന്ന്, അഥവാ ബിസ്മിയോട് കൂടി തുടങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് പൊതുവിൽ അറിയപ്പെട്ട ഒരു സംഗതിയാകുന്നു. അല്ലെ, ഏത് നല്ല കാര്യം ആരംഭിക്കുമ്പോൾ എന്ത് ചെയ്യുക? ബിസ്മി ചൊല്ലുക. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ബിസ്മി ചൊല്ലുവാൻ നിർദ്ദേശിക്കുന്ന ഹദീസുകളും നിലവിലുണ്ട്. ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നൂഹ് അലൈഹിസ്സലാം കപ്പലിൽ കയറിയപ്പോൾ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞതായും സൂറത്ത് ഹൂദ് 41. അതുപോലെ യമനിലെ രാജ്ഞിക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാം അയച്ച കത്തിന്റെ ആദ്യത്തിൽ ബിസ്മി മുഴുവനായും എഴുതിയതായും നംല് 30-ാമത്തെ ആയത്ത് കാണാം. ഇതൊക്കെ ഓർത്തു വെക്കണം. സൂറത്ത് നംലിലെ 30-ാമത്തെ ആയത്ത് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അതായത് ഈ 2 ആയത്തുകളും കാണാം. ഒന്ന്, നൂഹ് നബി കപ്പൽ കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽക്കീസിന് കത്ത് എഴുതിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി. അപ്പോൾ പ്രധാന കാര്യങ്ങൾ ബിസ്മി കൊണ്ട് ആരംഭിക്കുന്ന സ്വഭാവം പൂർവ്വ പ്രവാചകന്മാർ മുതൽക്കേ പതിവാണെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. സുബ്ഹാനല്ലാഹ്, അല്ലേ? മുമ്പ് കാലത്തുള്ള പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ പോലും ബിസ്മി ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം എന്നത് ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നതിൽ പല യുക്തി രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് അല്പം ആലോചിച്ചാൽ ആർക്കും മനസ്സിലാകും. നല്ലത് ചെയ്യാനുള്ള പ്രചോദനവും കഴിവും സാഹചര്യവും നൽകുന്നത് അള്ളാഹുവാണല്ലോ. അപ്പോൾ ഏതൊരു നല്ല കാര്യം ആരംഭിക്കുമ്പോഴും ബിസ്മി ചൊല്ലുന്നതിൽ വലിയ ആശയങ്ങളുണ്ട്. കാരണം അതൊക്കെ ചെയ്യാൻ തൗഫീഖ് നൽകിയത് അള്ളാഹുവാണല്ലോ. ഈ അനുഗ്രഹത്തിന്റെ സ്മരണയും അതിനുള്ള ഒരു നന്ദിയുമായിരിക്കും അത്. ആരംഭിക്കുന്ന കാര്യം വേണ്ടതുപോലെ നിറവേറ്റാനുള്ള സഹായം, അതിന് പ്രതിബന്ധമായി തീരുന്ന കാര്യങ്ങളിൽ രക്ഷ, പ്രത്യേകിച്ചും പിശാചിന്റെ ഇടപെടലിൽ നിന്നുള്ള കാവൽ, ആ കാര്യം അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായി ഇരിക്കുവാനുള്ള ഭാഗ്യം, ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടവയാണ്. ആ നിലക്ക് അവന്റെ നാമവും അവന്റെ കൃപാ കടാക്ഷവും ഓർത്തും ഉച്ചരിച്ചും കൊണ്ടുള്ള ശുഭസൂചകമായ ആ തുടക്കം അതിൻ്റെ പര്യവസാനം ശുഭകരമായി തീരുവാനും കാരണമാകുന്നതാണ്. അപ്പം ബിസ്മി ചൊല്ലിയുടെ ഗുണമൊക്കെ പറഞ്ഞത്. ഒരാൾ ഒരു സൽക്കാരം തന്നെ ചെയ്യുന്നു എന്ന് വെക്കുക. ആ അവസരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വികാരമൊന്നും കൂടാതെയാണ് അയാൾ അത് ചെയ്യുന്നതെങ്കിൽ ആ കാര്യം ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്കോ പ്രതിഫലത്തിനോ അയാൾക്ക് അവകാശമില്ല. അപ്പം നമ്മുടെ നിയ്യത്തിനാണല്ലോ, നിയ്യത്തനുസരിച്ചാണല്ലോ കൂലി കിട്ടുക. അപ്പോൾ ബിസ്മി ചൊല്ലുമ്പോൾ ആ ഒരു നിയ്യത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കണം, അവൻ ഈ കാര്യം ഭംഗിയായി ചെയ്യാൻ അവനെ സഹായിക്കണം എന്നൊക്കെയാണെങ്കിൽ അത് ലഭിക്കുന്നതാണ്. നമസ്കാരത്തിലാകുമ്പോൾ ബിസ്മി ഉറക്കെ ചൊല്ലുന്നതോ പതുക്കെ ചൊല്ലുന്നതോ നല്ലത്? ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമാണുള്ളത്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്കെ ചൊല്ലണോ അതല്ല പതുക്കെയാണ് ചൊല്ലേണ്ടതെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടും തീർത്തു പറയത്തക്ക വണ്ണം ഹദീസുകളിൽ നിന്ന് തെളിവ് ലഭിക്കാത്തതും ബിസ്മി ഖുർആനിലെ ഒരു ആയത്താണോ അല്ലേ എന്ന വിഷയത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമാണ് ഈ ഭിന്നിപ്പിന് കാരണം. പറഞ്ഞത് അതിൽ രണ്ടിനും പ്രബലമായ തെളിവില്ല എന്നാണ്. പക്ഷെ അത് ശരിയല്ല. അതായത് കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്
നിസ്വാസം പതുക്കെയാണ് ഓതിയത് എന്നതിനാണ് പ്രാമാണികമായ തെളിവുള്ളത്. എങ്കിലും നമസ്കാരത്തിൽ വെച്ച് ബിസ്മി ഉറക്ക ചൊല്ലിയാലും പതുക്കെ ചൊല്ലിയാലും നമസ്കാരത്തിന് അതുമൂലം ഭംഗം നേരിടുമെന്ന് ആരും പറയുന്നില്ല. രണ്ടിലൊന്ന് നിർബന്ധമാണെന്നും ആർക്കും അഭിപ്രായമില്ല. രണ്ടിൽ ഏതാണ് നല്ലത് എന്നതിൽ മാത്രമേ അഭിപ്രായമുള്ളൂ. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ നബിചര്യ ഗ്രന്ഥമായ സാദുൽ മആദിൽ നബിസ്വല്ലല്ലാഹു നമസ്കാരത്തിന്റെ രൂപം വിവരിക്കുന്ന മധ്യേ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, പിന്നീട് തിരുമേനി അഊദ് ചൊല്ലും, പിന്നെ ഫാത്തിഹ ഓതും. ചിലപ്പോൾ ഉറക്ക ബിസ്മി ചൊല്ലും. ഉറക്കെ ചൊല്ലുന്നതിനേക്കാൾ അധികം അവിടുന്ന് പതുക്കെ ചൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത്. രാവും പകലും 5 നേരങ്ങളിൽ അവിടുന്ന് പതിവായി യാത്രയിൽ വെച്ചും നാട്ടിൽ വെച്ചും ഉറക്കെ ചൊല്ലി വരികയും എന്നിട്ട് അത് ഖുലഫാ ഉർ റാഷിദിനും ഭൂരിപക്ഷം സഹാബികൾക്കും ആ നല്ല കാലക്കാരായ ആ നാട്ടുകാർക്കും അജ്ഞാതമായിരിക്കുകയും ചെയ്യുക സംഭവ്യമല്ല തന്നെ. അപ്പോൾ പതുക്കെയാണ് ഓതിയത് എന്നതിനാണ് കൂടുതൽ തെളിവുള്ളത്. അഊദുവിനെ പറ്റി പ്രസ്താവിച്ച പോലെ തന്നെ ബിസ്മിയെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഓരോ അഭിപ്രായത്തിനും ഹദീസുകളെയോ മറ്റോ ആധാരമാക്കിക്കൊണ്ടുള്ള ന്യായീകരണങ്ങളും ഇവിടെ ഉദ്ധരിക്കുന്നില്ല. അത് ദീർഘമായി പോകുമെന്നാണ് കാരണം പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ ഒന്നുകിൽ വിഷയം വ്യക്തമല്ലാത്തതോ അല്ലെങ്കിൽ ദുർബലങ്ങളോ ആണ് താനും. അതുകൊണ്ടാണ് ആ ഭിന്നാഭിപ്രായം വന്നത് എന്നർത്ഥം. എങ്കിലും അവയിൽ നിന്ന് ഇത്രയും സംഗതി നമുക്ക് മനസ്സിലാക്കാം. 4 കാര്യങ്ങൾ അവിടുന്ന് കൊടുക്കുന്നു. ഒന്ന്, സൂറത്തോട് ആരംഭത്തിലുള്ള ഓരോ ബിസ്മിയും സൂറത്തിലെ ഓരോ ആയത്തോ ആയത്തിന്റെ ഭാഗമോ ആണെങ്കിലും അല്ലെങ്കിലും ശരി അവ പൊതുവിൽ ഖുർആനിൽ ഉൾപ്പെട്ടതും അതോടൊപ്പം സൂറത്തുകളുടെ തുടക്കം കുറിക്കുവാൻ ഉള്ളതുമാകുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തയ്യാറാക്കിയ 1ാമത്തെ പകർപ്പ് മുസ്ഹഫ് മുതൽ ഇന്നേ വരെയുള്ള എല്ലാ മുസ്ഹഫുകളിലും തൗബ ഒഴികെ ഓരോ സൂറത്തിൻ്റെയും ആരംഭത്തിൽ ബിസ്മി എഴുതപ്പെട്ടുള്ളത് തന്നെ ഇത് തെളിവാകുന്നു. അപ്പോൾ മുസ്ഹഫുകളിൽ ബിസ്മി എഴുതപ്പെട്ടതിന് തെളിവാണെന്നർത്ഥം. രണ്ടാമത്തെ അഭിപ്രായം, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആദ്യം അഊദും പിന്നെ ബിസ്മിയും ചൊല്ലേണ്ടതാണ്. 3ാമത്തെ അഭിപ്രായം, ഓരോ സൂറത്തും ബിസ്മിയോട് കൂടി ഓതുകയാണ് വേണ്ടത്. 4, നമസ്കാരത്തിലാകുമ്പോൾ അഊദ് പതുക്കെ ഓതണം, ബിസ്മി പതുക്കെയും ഉറക്കയും ആവാമെങ്കിലും കൂടുതൽ നല്ലത് പതുക്കെ ആകുന്നു. അല്ലാഹു അഅലം. ഇതാണ് പദവുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങളെക്കുറിച്ച് സംഗ്രഹമായി വളരെ സംക്ഷിപ്തമായി മുഹമ്മദ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചത്. ഇനി ആ സൂറത്തിലേക്ക് പ്രവേശിക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതി മുഴുവൻ ലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായുള്ളവൻ. മാലികി യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അതായത് യാതൊരു കൂട്ടരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ പാതയിൽ. പിന്നെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അതെ, കോപവിധേയരല്ലാത്തവരും വഴി പിഴച്ചവരല്ലാത്തവരുമായ അവരുടെ പാതയിൽ. ഇതാണ് ആ സൂറത്തിൻ്റെ അർത്ഥം. നമ്മൾ ഓരോന്നും മനസ്സിരുത്തി ചിന്തിച്ച് ഓതേണ്ട ആയത്തുകളാണ്. ഇനി അതിൽ പദങ്ങളുടെ അർത്ഥം, ബിസ്മി എന്ന് പറഞ്ഞ നാമത്തിൽ അള്ളാഹുവിൻ്റെ, അർ റഹ്മാനി പരമകാരുണ്യകൻ, അർ റഹീം കരുണാനിധി, അൽ ഹംദു അടുത്തത് സർവസ്തുതിയും, ലില്ലാഹി അള്ളാഹുവിനാകുന്നു, റബ്ബി രക്ഷിതാവ്, യജമാനൻ പരിപാലകൻ. റബ്ബിനർത്ഥം അത് 3 മനസ്സിലാക്കണം. രക്ഷിതാവ്, യജമാനൻ, പരിപാലകൻ. അൽ ആലമീൻ ലോകരുടെ അല്ലെങ്കിൽ ലോകങ്ങളുടെ എല്ലാം. അർ റഹ്മാൻ പരമകാരുണ്യകൻ, അർ റഹീം കരുണാനിധി. മാലിക്കി ഉടമസ്ഥൻ, മലിക്കി 2 ഖിറാഅത്തുണ്ട്. മലിക്കി എന്ന് പറഞ്ഞാൽ രാജാവ്. യൗമി ദിവസത്തിൻ്റെ, അദ്ദീൻ പ്രതിഫലത്തിൻ്റെ, നിയമ നടപടിയുടെ. ഇയ്യാക്ക നിന്നെ മാത്രം, നിനക്ക് മാത്രം. നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക്ക വന്ന അതും നർത്ഥം. ഇയ്യാക്ക നിന്നോട് മാത്രം. നസ്തഈൻ ഞങ്ങൾ സഹായം അല്ലെങ്കിൽ ഉദവി തേടുന്നു. ഇഹ്ദി നീ നയിക്കണേ
ചേർക്കണേ, മാർഗദർശനം നൽകണേ, നാ ഞങ്ങളെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക്, അസ്വിറാത്ത പാതയിൽ, അൽ മുസ്തഖീം നേരെയുള്ള ചൊവ്വായ, സിറാത്ത പാത, അല്ലദീന യാതൊരു കൂട്ടരുടെ, അൻ അംത നീ അനുഗ്രഹിച്ചു, അലൈഹിം അവർക്ക് അവരുടെ മേൽ, ഗൈരി ഒഴികെയുള്ള, അല്ലാത്ത, അൽ മഗ്ദൂബി കോപിക്കപ്പെട്ടവർ, കോപബാധിതർ, അലൈഹിം അവരുടെ മേൽ അല്ലെങ്കിൽ അവരോട്, വലാ അല്ലാത്തവരും, അദ്ദാലീൻ വഴിപിഴച്ചവർ. ഇതാണ് അതിലെ പദങ്ങളുടെ അർത്ഥം. ഈ പദങ്ങളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി അതിന്റെ വ്യാഖ്യാനമാണ്. ഈ സൂറത്തിന്റെ അവസാനത്തിൽ ആമീൻ എന്ന് ചൊല്ലേണ്ടതാകുന്നു. അതായത് കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നർത്ഥം. എന്താ ആമീൻ്റെ അർത്ഥം? ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ. കൂടുതൽ വിവരം താഴെ വരുന്നുണ്ട്. ബിസ്മി സൂറത്തിൽ ഫാത്തിഹയിലെ ഒരു ആയത്താണെന്ന അഭിപ്രായക്കാർ 6ഉം 7ഉം വചനങ്ങൾ കൂട്ടി 7ാമത്തെ വചനമായി എണ്ണി വരുന്നു. ആകെ 7 വചനങ്ങളാണെന്ന് അഭിപ്രായ ഭിന്നതയില്ല. ഇനി അതിന്റെ വ്യാഖ്യാനമാണ്. അള്ളാഹു എന്ന വാക്കിന്റെ മൂലധാതു ഏതാണെന്ന് ഉള്ളതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. അള്ളാഹു എന്ന വാക്കിന്റെ മൂലധാതു അതെന്താണെന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും ശരി, അഖില ലോകങ്ങളുടെയും സൃഷ്ടാവും നിയന്താവും പരിപാലകനും രക്ഷിതാവും യജമാനനും ഉടമസ്ഥനുമായ ആ ഏക മഹാശക്തിയെ മാത്രം കുറിക്കുന്ന ആ സംജ്ഞാനാമത്തെ നാമമത്രേ അലമത്രേ അത്. ആ സംജ്ഞാനാമത്തിലാണ് അലം എന്ന് പറയാം. അള്ളാഹു എന്ന വാക്കിനെ പറ്റി അപ്പോൾ പറഞ്ഞത്. അവന്റെ തിരുനാമങ്ങളായി ഖുർആനിലോ മറ്റു വേദഗ്രന്ഥങ്ങളിലോ പ്രവാചക വാക്യങ്ങളിലോ വന്നിട്ടുള്ള എല്ലാ നാമങ്ങളും അവന്റെ ഓരോ തരത്തിലുള്ള മഹത് ഗുണങ്ങളെ എടുത്തു കാട്ടുന്ന വിശേഷണങ്ങളായിരിക്കും. അള്ളാഹു എന്നുള്ള പേർ അവനല്ലാത്ത മറ്റാർക്കും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല, ഉപയോഗിക്കപ്പെടാവതല്ല, ഉപയോഗിക്കപ്പെട്ടിട്ടില്ല, ഇനി ഉപയോഗിക്കപ്പെടാനും പാടില്ല. ആരാധിക്കപ്പെടുന്ന വസ്തു ദൈവം എന്ന അർത്ഥത്തിൽ സദാ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇലാഹ്. ഈ 2 വാക്കുകളും തമ്മിൽ അക്ഷരത്തിലും അർത്ഥത്തിലും സാമാന്യം യോജിപ്പുണ്ടെന്നതിനെ മുൻനിർത്തി ഇലാഹ് എന്ന പദത്തിൽ അൽ എന്ന അവ്യയം ചേർത്ത് പ്രത്യേകിച്ചതാണ് അള്ളാഹു എന്ന പദമെന്ന് പലരും പ്രസ്താവിക്കുന്നു. ഇതനുസരിച്ച് ആ സംജ്ഞാനാമത്തിന്റെ അർത്ഥം സാക്ഷാൽ ദൈവം അഥവാ ആരാധിക്കപ്പെടുവാൻ യഥാർത്ഥ അർഹതയുള്ളവൻ എന്നതായിരിക്കുന്നതാണ് അത്. അപ്പോൾ അൽ ഇലാഹ് എന്നുള്ളതാണ് അള്ളാഹു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം സാക്ഷാൽ ദൈവം അല്ലെങ്കിൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ എന്നാണ്. ഖുർആൻ പാരായണം അടക്കമുള്ള എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നതിനെയും ഓരോ സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള ബിസ്മിയിൽ അതത് സൂറത്തുകൾപ്പെട്ട ആയത്തുകളാണോ എന്നതിനെ സംബന്ധിച്ച് മുകളിൽ ചിലതെല്ലാം പ്രസ്താവിച്ചുവല്ലോ, അതിനെക്കുറിച്ച് വിശദീകരിച്ചല്ലോ. ഇവിടെ ഒരു സംശയത്തിന് അവകാശമുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, അവനാണ് അവതരിപ്പിച്ചതും. എന്നിരിക്കെ അവൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നതടങ്ങിയ യുക്തി രഹസ്യം എന്താണ്? അല്ലെ, അള്ളാഹുവിൻ്റെ നാമത്തിനെ തുടങ്ങാനുള്ള കാരണം എന്താണ്? ഇതാണ് ആ സംശയം. ഖുർആൻ പാരായണം തുടങ്ങിയ കാര്യങ്ങൾ നാം ആരംഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക, മുകളിൽ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് സൂചന നൽകുക, നല്ല ആരംഭത്തിൻ്റെ പ്രായോഗിക രൂപം കാണിച്ചു തരിക മുതലായവയത്രേ അതിലടങ്ങിയ രഹസ്യം. അതാണ് ഒരു കാര്യം. മനുഷ്യൻ ചെയ്യേണ്ടുന്നതെല്ലാം പഠിപ്പിക്കുകയാണല്ലോ ഖുർആനിൻ്റെ അവതരണ ഉദ്ദേശ്യം. ഒരു നല്ല ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ അതിൻ്റെ തുടക്കം നന്നായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയേണ്ടതില്ല. എന്നിരിക്കെ ഏത് ഗ്രന്ഥങ്ങളെക്കാളും എല്ലാ നിലക്കും ഉന്നത സ്ഥാനം അർഹിക്കുന്ന ഖുർആനിൻ്റെ തുടക്കം മറ്റെല്ലാറ്റിനേക്കാളും നന്നായിരിക്കണമല്ലോ. അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നതിൽ പരം ഉത്തമമായ ആരംഭം വേറെ ഏതാണുള്ളത്? അതാണ് ആ ഭാഗം വിശേഷിച്ചുകൊണ്ട് പറയുന്നത്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നതിന് പ്രാധാന്യവും അതിലടങ്ങിയ യുക്തിയും മനസ്സിലാക്കുവാൻ പോരുന്ന 2 നാമവിശേഷണങ്ങളാണ് അർ റഹ്മാൻ, അർ റഹീം. ചെറുതോ വലുതോ, പ്രത്യക്ഷമോ പരോക്ഷമോ, പ്രത്യേകമായതോ പൊതുവെയുള്ളതോ, ഐഹികമോ പാരത്രികമോ ആയ സകലവിധ അനുഗ്രഹങ്ങളുടെയും കർത്താവായ പരമകാരുണികൻ എന്ന് അർ റഹ്മാനിനും നന്മ ചെയ്യുന്നവർക്ക് പ്രത്യേകമായി സിദ്ധിക്കുവാനിരിക്കുന്ന മഹാനുഗ്രഹങ്ങളുടെ ദാതാവായ കരുണാനിധി എന്ന് അർ റഹീമിനും വിവക്ഷ നൽകപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട്,
അല്ലെ, വഴിപ്പെട്ടവരോടും വഴിപ്പെടാത്തവരോടും ഒരുപോലെ കരുണ ചെയ്യുന്നവൻ, എല്ലാവരോടും, വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ പരിഗണിക്കുക. അതാണ് റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് അവൻ അനുഗ്രഹം ചെയ്യും, കരുണ ചെയ്യും. അതാണ് റഹീം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നതെന്നർത്ഥം. കാരുണ്യത്തിൻ്റെയും കൃപാ കടാക്ഷത്തിൻ്റെയും നാമകേന്ദ്രമെന്ന പോലെ അധികാരത്തിൻ്റെയും ന്യായാധിപത്യത്തിൻ്റെയും പരമകേന്ദ്രവും തന്നെയാണ് അള്ളാഹു. എന്താണ്? കാരുണ്യവും കൃപയും അതിൻ്റെയൊക്കെ പരമ കേന്ദ്രം അത് അള്ളാഹുവാണ്. അതുപോലെ തന്നെ അധികാരത്തിൻ്റെയും ന്യായാധിപത്യത്തിൻ്റെയും പരമകേന്ദ്രം ആരെന്നെയാണ്? അള്ളാഹുവാണ്. സൂറത്തുൽ ഹിജ്റിലെ 49-50 ആയത്തുകൾ കൊടുക്കുന്നുണ്ട്. എന്താണത്? നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്താ അർത്ഥം? എൻ്റെ അടിയാന്മാർക്ക് വിവരമറിയിക്കുക, ഞാൻ തന്നെയാണ് വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമെന്നും എൻ്റെ ശിക്ഷ തന്നെയാണ് വേദനയേറിയ ശിക്ഷയെന്നും. അപ്പോൾ അള്ളാഹുവാണ് അങ്ങേയറ്റം പൊറുക്കുന്നവൻ, കരുണ ചെയ്യുന്നവൻ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് അതികഠിനമായ ശിക്ഷ. പക്ഷേ അവൻ്റെ കാരുണ്യക്കനിവ് അവൻ്റെ കോപത്തെ കവിഞ്ഞു നിൽക്കുന്നു. സത്യനിഷേധത്തിലും തോന്നിയ വാസത്തിലും ഒഴുകിയ ധിക്കാരികൾ പോലും അവൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ സദാ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടത്രേ. അതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ, ആ കാരുണ്യമാണ് അവൻ്റെ ശിക്ഷയേക്കാൾ മികച്ചു നിൽക്കുന്നു പറയാൻ കാരണം. സൂറത്തുൽ അഅറാഫ് അള്ളാഹു അതിലെ ഒരു വചനത്തിൽ പറയുന്നുണ്ട്. എന്താ? അഅറാഫിലെ 156 ആയത്ത്, വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നു. ഇതേ വാക്യത്തിൻ്റെ തുടർച്ചയായി ഇങ്ങനെ പറയുന്നു. എന്താ പറയുന്നത്? സൂക്ഷ്മത പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും ഞാൻ അതിനെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. സൂറത്ത് അഅറാഫ് 156. ഈ 2 വാക്യങ്ങളും ഒന്നാമത്തേതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന വാക്കാണ് അർ റഹ്മാൻ എന്നും, രണ്ടാമത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന വാക്കാണ് അർ റഹീം എന്നും. അതാണ് നബി ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം, അതാണ് റഹ്മാൻ. അതാണ് അള്ളാഹു കാരുണ്യവാൻ കരുണാനിധിയാണെന്ന് പറഞ്ഞത്. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, അതാണ് ആദ്യ ഭാഗം റഹ്മാൻ. ഇനി റഹീമാണ് പിന്നെ പറഞ്ഞത്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന സകാത്ത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ എന്നത്. ഈ 2 നാമവിശേഷണങ്ങളാൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ഒരാൾ ഒരു കാര്യം ആരംഭിക്കുമ്പോൾ തനിക്ക് അതുവരെ അവനിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഉള്ള ഒരു സ്മരണയും മേലിൽ അവനിൽ തനിക്ക് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയും ഇതിൽ അന്തർഭവിച്ചതായി കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചൊരു നബിവചനത്തിന് സാരം ഇപ്രകാരമാകുന്നു. എന്താണത്? അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ അവൻ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, അവൻ്റെ അർശിന് അഥവാ സിംഹാസനത്തിനു മീതെ അവൻ്റെ അടുക്കൽ വെച്ചിരിക്കുന്നു, നിശ്ചയമായും എൻ്റെ കാരുണ്യം കോപത്തെ മുൻകടന്നിരിക്കുന്നു. അതാണ് അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ്? നിശ്ചയമായും എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു. അവർ 2 പേരും ഉദ്ധരിച്ച വേറെ ഒരു ഹദീസിൽ നിസാസം പറഞ്ഞതിൻ്റെ സാരം ഇപ്രകാരമാകുന്നു: അള്ളാഹുവിൻ്റെ കാരുണ്യം 100 ഭാഗിച്ചാൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ലോകത്ത് ജിന്ന്, മനുഷ്യർ, മൃഗം തുടങ്ങിയ എല്ലാ ജീവികൾക്കുമിടയിൽ അവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അവർ തമ്മിൽ കരുണയും ദയയും കാണിക്കുന്നത് അതുകൊണ്ടത്രേ. ദുഷ്ട മൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളോട് ദയ കാണിക്കുന്നതും അതുകൊണ്ട് തന്നെ. ബാക്കി 99 ഭാഗവും ഖിയാമത്ത് നാളിൽ തൻ്റെ അടിയാന്മാർക്ക് കരുണ ചെയ്യാനായി അവൻ കരുതി വച്ചിരിക്കുകയാണ്. സൂറത്തുൽ ഇത് ഒരു ഹദീസ് ഇങ്ങനെ കാണാൻ സാധിക്കും. അതിന് 1-ാമത്തെ ആയത്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. സ്തുതി കീർത്തനങ്ങളുടെ ഏത് വകുപ്പ് പരിശോധിച്ചാലും ശരി, സ്തുതി ഏത് കാര്യത്തിൻ്റെ പേരിലായാലും ശരി, യഥാർത്ഥത്തിൽ ആ സ്തുതിക്കുള്ള കാരണകർത്താവും ആ കാര്യത്തിൻ്റെ ഉത്ഭവ കേന്ദ്രവും അള്ളാഹുവായിരിക്കുമെന്ന് കാണാം. ഉദാഹരണമായി,
ഒരാളെ അയാളുടെ ഔദാര്യത്തിൻ്റെ പേരിൽ നാം സ്തുതിക്കുന്നുവെന്ന് വിചാരിക്കുക. അയാളെ സൃഷ്ടിച്ചത് അതേപോലെ ഉദാരശീലനാക്കിയത്, ഔദാര്യം ചെയ്യാനുള്ള വക അയാൾക്ക് നൽകിയത്, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമാറാക്കിയത്, അത് അയാളുടെ സൽക്കർമ്മമായി അംഗീകരിക്കുന്നത് എന്നിങ്ങനെ അതുമായി ബന്ധപ്പെട്ട എത്രയോ കാര്യങ്ങളുടെ കർത്താവ് അള്ളാഹു അല്ലാതെ മറ്റാരാണ്? അപ്പോൾ എല്ലാ സ്തുതി കീർത്തനങ്ങൾക്കും അർഹൻ യഥാർത്ഥത്തിൽ അവൻ തന്നെ. ഒരാൾ തൻ്റെ ഉദ്ദേശമനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ മുൻനിർത്തി അയാളെ പ്രശംസിക്കുക എന്നതാണ് ഹംദ് കൊണ്ട് വിവക്ഷ. അയാളുടെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യം. അൽ എന്ന അവ്യയം ചേർത്തപ്പോൾ സ്തുതിയുടെ ഇനത്തിൽപ്പെട്ടതെല്ലാം അതിൽ ഉൾപ്പെടും. അതുകൊണ്ടാണ് അൽ ഹംദു എന്ന വാക്കിന് സർവസ്തുതിയും, സ്തുതി മുഴുവൻ എന്നൊക്കെ അർത്ഥം കൽപ്പിക്കപ്പെട്ടിരുന്നത്. ഇംഗ്ലീഷിലെ ദി എന്ന അധ്യായത്തിൻ്റെ സ്ഥാനമാണ് അറബിയിലെ അൽ എന്ന അവ്യയത്തിനുള്ളത്. മലയാളത്തിൽ ഇതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന വാക്കുകളില്ല. ഒരു സാമാന്യ നാമം നെക്കിറയിൽ അൽ ചേരുമ്പോൾ അതിൻ്റെ സാമാന്യത്വം നീങ്ങി അതൊരു പ്രത്യേക അർത്ഥമുള്ളതായിത്തീരുന്നു. ഉദാഹരണം, കലമുൻ എന്നാൽ ഏതെങ്കിലും ഒരു പേനയും, അൽ കലം എന്നാൽ ഒരു പ്രത്യേക പേനയോ പേനയുടെ വർഗമോ ആയിരിക്കും ഉദ്ദേശം. ശരി, സ്വന്തം ഉദ്ദേശപ്രകാരമല്ലാതെ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളെപ്പറ്റി പുകഴ്ത്തുന്നതിന് ഹംദ് എന്ന് പറയാറില്ല. അതിന് മദ്ഹ് എന്നാണ് പറയാറുള്ളത്. ഈ വാക്കാകട്ടെ ഉദ്ദേശപൂർവവും അല്ലാതെയും ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. ഉദാഹരണം, ജ്ഞാനം, പരസഹായം, ഭയഭക്തി, കൃത്യനിഷ്ഠ ആദിയായ ഗുണങ്ങളെപ്പറ്റി പുകഴ്ത്തുന്നതിന് ഹംദ് എന്നും മദ്ഹ് എന്നും പറയാം. എന്നാൽ സൗന്ദര്യം, ശബ്ദഗുണം, ശരീര വടിവ് പോലെയുള്ളവയെ പറ്റി പുകഴ്ത്തുന്നതിന് മദ്ഹ് എന്നല്ലാതെ ഹംദ് എന്ന് പറയാറില്ല. ഒരാളിൽ നിന്ന് ലഭിച്ച ഏതെങ്കിലും ഉപകാരത്തിൻ്റെ പേരിൽ അയാളെ പ്രശംസിക്കുന്നതിന് ശുക്ർ എന്ന് പറയപ്പെടുന്നു. നന്ദിയാകട്ടെ വാക്കുമൂലം മാത്രമല്ല മനസ്സുകൊണ്ടും പ്രവൃത്തി മുഖേനയും പ്രകടിപ്പിക്കാവുന്നതാണ്. മേൽ വിവരിച്ചതിൽ നിന്ന് ഈ മൂന്ന് വാക്കുകളും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ വിയോജിപ്പും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. യോജിപ്പിന്റെ വശങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഈ മൂന്ന് പദങ്ങളെയും ചിലർ പര്യായ പദങ്ങൾ എന്നോണം ഉപയോഗിച്ച് കാണുന്നത്. ഈ പ്രയോഗം ചിലപ്പോൾ ആശയക്കുഴപ്പത്തിന് കാരണമാകാറുള്ളത് കൊണ്ടാണ് ഈ വാക്കുകളെക്കുറിച്ച് വിവരിക്കാൻ കാരണം. അപ്പം എന്താണ് ഹംദ്, എന്താണ് ശുക്ർ, എന്താണ് മദ്ഹ് എന്നാണ് വിശദീകരിച്ചത്. എല്ലാ സ്തുതിയും അള്ളാഹുവിന് തന്നെയാണെന്നുള്ള യഥാർത്ഥം മനസ്സിലാക്കുവാൻ പോരുന്ന അവൻ്റെ ചില ഉത്കൃഷ്ട വിശേഷണങ്ങളാണ് തുടർന്നുള്ള പ്രസ്താവിച്ചിരിക്കുന്നത്. റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവ്. അർ റഹ്മാൻ, പരമകാരുണ്യകൻ. അർ റഹീം, കരുണാനിധി. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ. ഇവയാണത്. ഈ ഓരോ വിശേഷണങ്ങളിലും അടങ്ങിയിട്ടുള്ള സാരങ്ങളുടെ വൈപുല്യം ആലോചിക്കുന്ന പക്ഷം സ്തുതി മുഴുവൻ അള്ളാഹുവിനാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റബ്ബ് എന്ന വാക്കിന് രക്ഷിതാവ്, പരിപാലകൻ, വളർത്തുന്നവൻ, യജമാനൻ എന്നിങ്ങനെയും ഉടമസ്ഥൻ, കൈകാര്യം നടത്തുന്നവൻ എന്നിങ്ങനെയും അർത്ഥങ്ങൾ വരും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ അർത്ഥത്തിലും അവൻ റബ്ബു തന്നെ. ലോകം എന്ന അർത്ഥമായ ആലം, അതിൻ്റെ ബഹുവചനമാണ് ആലമീൻ. ഈ ബഹുവചന രൂപം ബുദ്ധിജീവികളിലാണ് സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളതെങ്കിലും ബുദ്ധിജീവികളെന്നോ മറ്റു ജീവികളെന്നോ നിർജീവ വസ്തുക്കളെന്നോ വ്യത്യാസം കൂടാതെ അഖില ലോകങ്ങളുടെയും റബ്ബ് എന്നത്രേ റബ്ബിൽ ആലമീൻ കൊണ്ട് വിവക്ഷ. അപ്പോൾ ഇതാണ് ഇത്രയും ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് മനസ്സിരുത്തി ഒന്ന് കേൾക്കുകയും എന്നിട്ട് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.